ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസമായി രാവിലെ ദോശയും ചപ്പാത്തിയും പുട്ടൊക്കെ കഴിച്ച് മടുത്തു. ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് അവിലുപ്മാവ് പിടിച്ചാലോ? കുറേ നാളായി അവിലുപ്മാവ് കഴിച്ചിട്ട്. ഇവിടെ ആണെങ്കിൽ കുറേ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അത് തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് അവില് വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് മുക്കി വെച്ച ശേഷം കൈ വെച്ച് നന്നായി വെള്ളം പിഴിഞ്ഞെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച്, പാൻ നോക്കിയിട്ട് കിട്ടിയില്ല. തൽക്കാലം നമുക്ക് വെള്ളയപ്പച്ചട്ടി എടുക്കാം. ഇനി ഇതിനുള്ള ചീത്ത അമ്മയുടെ ഇന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിൽ ഒഴിച്ചാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഉഴുന്നുപരിപ്പും കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും, പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. ഇനി കടുക് പൊട്ടി വരുന്ന സമയത്ത് ചെറുതായിട്ട് എരിഞ്ഞ ചെറുള്ളിയാണ് ചേർക്കുന്നത്. ചെറുള്ളി തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. സവാള കുനുകുനാന്ന് എരിഞ്ഞിട്ടിട്ടെടുത്താലും മതി. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലോട്ട് ഒരു പച്ചമുളക് ഇട്ടെടുത്തു. ഇനി ഇത് കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതോ അങ്ങനെ ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഞാനിതൊന്നും ചേർക്കുന്നില്ല, പെട്ടെന്ന് പരിപാടി കഴിക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അവില് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കാര്യക്കണക്ക് സിമ്പിളാണ്. അല്ല, സിമ്പിളാണെന്നല്ല, നമ്മൾ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇനി അതിലോട്ട് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കി നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നമ്മൾ ചിരവി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ ഇടുന്ന സമയത്ത് യാതൊരു പിശുക്കും കാണിക്കണ്ട, നന്നായിട്ട് ഇട്ട് കൊടുത്തു. എന്നാലേ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ തേങ്ങ ഇടുന്നതാണ് ഇതിലെ ഹൈലൈറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും കൂടിയിട്ട് വീണ്ടും ഇളക്കൽ. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിൽ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വച്ചുകൊണ്ടിരുന്നാൽ കഴിക്കാൻ കൊള്ളില്ല, എത്രയും പെട്ടെന്ന് തന്നെ കഴിക്കണം. ഉണ്ടാക്കി ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ കഴിച്ചില്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ആവി പറക്കുന്ന ഉപ്മാവ് റെഡി. ആവിയൊന്നും പറക്കുന്ന കാണുന്നില്ലേ?